ഒത്തിരി കുട്ടികളിപ്പോ ഏവിയേഷൻ രംഗത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 5, 8, 10 വർഷമായിട്ട് കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ഫീൽഡായിട്ട് തോന്നിയിട്ടുണ്ട്. അവരെല്ലാം വിചാരിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർ ഹോസ്റ്റസ് ആവാന്നോ, അല്ലെങ്കിൽ എയർപോർട്ടിൽ നല്ല സ്റ്റാൻഡേർഡ് ജോബ് ലഭിക്കുമെന്നാണ്. ഇതിൽ 1 ഇയർ കോഴ്സൊക്കെ നടത്തുന്ന ടൈപ്പ് ഡിപ്ലോമയൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് വരെ എത്താനാണ്. അതായത് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് എന്തെങ്കിലും ചെറിയ ജോബൊക്കെ ചെയ്യാമെന്നുള്ളതാണ് അവരുടെ മാക്സിമം പരിധി. അതിന് മുകളിലോട്ട് പോവില്ല. കാരണം ഡിഗ്രി കഴിഞ്ഞവർക്കാണ് എയർ ഹോസ്റ്റസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആവാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ജോലി ലഭിക്കുന്നതിന് ലാംഗ്വേജ് ആണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ലാംഗ്വേജ്, സെക്കൻഡ് ടു ഗ്രൂമിങ് പേഴ്സണാലിറ്റി. ബാംഗ്ലൂരു പോലെയുള്ള സിറ്റീസിൽ പഠിക്കുമ്പോഴാണ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. പിന്നെ അതുപോലെ ഒത്തിരി സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ടാവും. നോട്ട് ഓൺലി ഫോർ ബാംഗ്ലൂർ സ്റ്റുഡൻസ്, അതർ ദാൻ ദാറ്റ് കേരള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വന്നുകൊണ്ട് തന്നെ അവിടെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമായിരിക്കും. അപ്പം നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ അവിടെ കമ്പനീസും കൂടുതലാണ്, എയർലൈൻ കമ്പനീസും കൂടുതലാണ്. എയർപോർട്ട് വലിയ എയർപോർട്ടാണ്. അപ്പം കുറച്ചുകൂടെ ഇൻറ്റേൺഷിപ്പിനുള്ള സാധ്യതകളുണ്ട്. കുട്ടികൾക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുന്നുണ്ട്.